ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എന്താണെന്നറിയോ? ഐഫോൺ ഞാനും വാങ്ങി ഒട്ട് പറിച്ചത് സംഭവം എന്നെല്ലാം അറിയാം. ചെറിയ LKG മക്കളെ കയ്യിൽ കയറിയെങ്കിപ്പോൾ പക്ഷേ പാവപ്പെട്ട ഞാനും വാങ്ങി ഐഫോൺ 13. ഞാൻ അത്രയും ദിവസം ഒരു റെഡ്മിയുടെ Note 5 Pro ആണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൻ്റെ ആത്മാവിനെ കൊണ്ട് വരെ ഞാൻ പണിയെടുപ്പിച്ചു. ഇനി ഞാൻ അതിനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്ഷുഭിതനാവും, പൊട്ടിത്തെറിക്കും, ഞാൻ വടിയാവും. സോ ഇതാണ് നമ്മുടെ ഐഫോൺ 13. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഇത് അൺബോക്സ് ചെയ്യാനുള്ള യോഗം പോലും എനിക്കുണ്ടായിട്ടില്ല. സ്റ്റോറിൻ്റെ അകത്തുനിന്ന് ചെറിയ സെറ്റിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ അൺബോക്സ് ചെയ്തു. സോ ദിസ് ഇസ് എ ഫോൺ, ഐഫോൺ 13 128 GB. പിന്നെ വൈറ്റാണ് കേട്ടോ. ഇനി വൈറ്റാണ് ഇഷ്ടം. വൈറ്റിനൊരു പ്രത്യേക ലുക്കല്ലേ, ഒരു പ്രീമിയം ലുക്ക്. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ. ഇഷ്ടപ്പെട്ടോ? നല്ല ഫോണാണ് കേട്ടോ, നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. ഒരു കുഞ്ഞു സെറ്റാണ്, ഭയങ്കര വലുപ്പമില്ല, നന്നായി കുഞ്ഞു ഫോണും അല്ല. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസൊക്കെയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സൂപ്പറാണ്. ബാക്കി ഉപയോഗിച്ചിട്ട് അറിയാനേ പറ്റുള്ളൂ. കാരണം ഞാൻ ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഐഫോണിൻ്റെ 6 ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ രണ്ടാമതും ഐഫോൺ വാങ്ങിക്കുന്നത്. അപ്പോൾ ഐഫോൺ 13 പ്രോയ്ക്ക് വേണ്ടി നോക്കി, കിട്ടിയില്ല. അപ്പോൾ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ പറയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ്മി Note 5 Pro അത് അതിൻ്റെ പണി തീർന്നിക്കണം. അപ്പോൾ ഇനിയും ഉപയോഗിക്കുന്നത് സേഫ് അല്ല. അപ്പം നമ്മളത് അടുത്തൊക്കെ വെച്ചിരിക്കുമ്പം ഫോണിന് ചാർജിൽ കുത്തിയിടുമ്പോൾ ഒക്കെ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ, എപ്പം പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞിട്ട്. പല കേസുകളും നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞുകൊണ്ടുള്ള ഒരു പേടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഐഫോൺ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു ആഗ്രഹം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.